ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പവർ സിസ്റ്റം 2-ലത്തെ ജൂൺ 2022 പേപ്പറിലത്തെ ക്വസ്റ്റ്യൻ നമ്പർ 12B. അതിൽ ചോദിച്ചിരിക്കുന്ന എ സിംഗ്രണസ് ജനറേറ്റർ ആൻഡ് എ സിംഗ്രണസ് മോട്ടർ ആർ റേറ്റഡ് അറ്റ് 25 MVA, 11 kV and having subtransient resistance of 15% are connected through transformers and transmission line. Transformers are rated 25 MVA, 11 bar 66 kV and 66 bar 11 kV respectively with leakage reactance of 10%, and line connecting them has reactance of 10% on the base 25 MVA 66 kV. The motor is drawing 15 megawatt at a 0.8 power factor lead and terminal voltage at 10.6 kilovolt, and when the three-phase fault occurs at the motor terminal, find the subtransient current in the motor generator and fault by using internal voltages of the machine. So basically നമ്മളിത് ചെയ്യാനുള്ളത് ആദ്യം PDF-ലേക്ക് പോകാം. ഓക്കെ, അതിലിപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം ഈ ഫിഗർ ഒന്ന് വരയ്ക്കാനുണ്ട്. സോ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം ജനറേറ്റർ വരയ്ക്കുക, അതിൽ സിംഗിൾ ലൈൻ ഡയഗ്രാം വരയ്ക്കുക. സോ ബേസിക്കലി ജനറേറ്റർ എന്താണ്, 25 MVA, 11 kV, 15% ഉണ്ട് റിയാക്റ്റൻസ്, സബ്ട്രാക്ഷൻ റിയാക്റ്റൻസ്. പിന്നെ ഒരു ട്രാൻസ്ഫോമർ വരയ്ക്കാം. ട്രാൻസ്ഫോമർ 11 kV bar 66 kV, 10% റിയാക്റ്റൻസ് ഉണ്ട്. പിന്നെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, അതിൽ 10% റിയാക്റ്റൻസ് ഉണ്ട്. ഇത് 66 kV തന്നെയാണ്. അപ്പോൾ അത് എഴുതിയാലും കുഴപ്പമില്ല, സെയിം 25 MVA തന്നെയാണ്. പിന്നെ ഒരു ട്രാൻസ്ഫോമറും കൂടി ഉണ്ട്, അതിൽ 66 bar 11 kV, ഇതിൻ്റെ നേരെ തിരിച്ച്, പിന്നെ അതിൻ്റെ 10%. പിന്നെ മോട്ടർ എടുത്തിട്ടുണ്ട്, അത് 15 മെഗാവാട്ട്, 0.8 പവർ ഫാക്ടർ, 10.6 കിലോവോൾട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്ന ഡീറ്റെയിൽസ്. അത് സിംഗിൾ ലൈൻ ഡയഗ്രാം ആയിട്ട് വരയ്ക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് ബേസ് MVA ഒന്ന് എടുത്ത് എഴുതാം, 25 മെഗാവോൾട്ട് ആംപിയർ. പിന്നെ ബേസ് കിലോ വോൾട്ടും കൂടി എഴുതാം, അത് 11 kV ഉണ്ട്. ഇനി ടെർമിനൽ വോൾട്ടേജ്, മോട്ടറിൻ്റെ ടെർമിനൽ വോൾട്ടേജ് എത്രയായിരുന്നു, 10.6 കിലോവോൾട്ട്. അതിനെ പെർ യൂണിറ്റിലേക്ക് മാറ്റാം. ടെർമിനൽ വോൾട്ടേജ് ഇത് ബിഫോർ ഫോൾട്ട് കണ്ടീഷൻ, സോ പ്രീ ഫോൾട്ട് എന്ന് എഴുതി വയ്ക്കാം. പ്രീ ഫോൾട്ട് കണ്ടീഷനിൽ നമ്മുടെ ടെർമിനൽ വോൾട്ടേജ്, മോട്ടറിൻ്റെ ടെർമിനൽ വോൾട്ടേജ്, ഈ മോട്ടറിൻ്റെ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഈ വോൾട്ടേജ് ആട്ടോ, ഈ ഒരു പോയിൻ്റുള്ള വോൾട്ടേജ്, ഇതാണ് VTM, ഈ വോൾട്ടേജാണ്. സോ ഇത് നമ്മുടെ റിയാക്റ്റൻസ് ഡയഗ്രാം ആദ്യം വരയ്ക്കുക. സോ ബേസിക്കലി എന്ത്, ജനറേറ്ററിനെ എങ്ങനെ മോഡൽ ചെയ്യാം, ഒരു സോഴ്സായിട്ട് മോഡൽ ചെയ്യാം, മോട്ടറിനെയും ഒരു സോഴ്സ് റിസീവിങ് പവറായിട്ട് മോഡൽ ചെയ്യാം. സോ ദെൻ ഒരു റിയാക്റ്റൻസ്, നമ്മുടെ ജനറേറ്ററിൻ്റെ റിയാക്റ്റൻസ് 15% എന്ന് പറയുമ്പോൾ ഇത് 0.15 കേട്ടോ, സോറി 0.15, J.15. പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിന് J.1 ലൈന്, J.1 അടുത്ത ട്രാൻസ്ഫോമറിന്, പിന്നെ J.15 നമ്മുടെ മോട്ടറിന്, പിന്നെ മോട്ടറിൻ്റെ ഉള്ളിലത്തെ വോൾട്ടേജ്. ഇത് നമുക്ക് അറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ EG ഡബിൾ ഡാഷും കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടെർമിനൽ വോൾട്ടേജ് മാത്രം നമുക്ക് അറിയാവുന്നുള്ളൂ. അവർ തന്നെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് 10.6 ടെർമിനൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമ്മുടെ ബേസ് വോൾട്ടേജ്, റേറ്റഡ് വോൾട്ടേജ് മാത്രമേ തന്നിട്ടുള്ളൂ. EG ഡബിൾ ഡാഷ്, സബ് ട്രാൻസിയൻ വോൾട്ടേജ് നമുക്ക് അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ EM ഡബിൾ ഡാഷും കണ്ടുപിടിക്കണം. അങ്ങനെ രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം ഇത് പ്രീ ഫോൾട്ട് കണ്ടീഷനിൽ കണ്ടുപിടിക്കുക, അതായത് ഫോൾട്ട് ഉണ്ടാവുന്നതിനേക്കാളും മുമ്പ് ഈ ഒരു കണ്ടീഷനിൽ കണ്ടുപിടിക്കുക. ഈ ഒരു കണ്ടീഷനിൽ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോൾട്ട് എന്ന് വെച്ചാൽ എന്താ, ഷോർട്ട് സർക്യൂട്ട്. ഇവിടെ ഒരു ഷോർട്ട്, മോട്ടർ സൈഡിലാണ് ഫോൾട്ട് സംഭവിക്കുന്നത്, ഇങ്ങനെ ഷോർട്ട് ഇടും. അങ്ങനെ ഷോർട്ട് ഇട്ടതിന് ശേഷം അപ്പോൾ എന്തായി, ഇവിടെ KVL അപ്ലൈ ചെയ്യാം, ഇവിടെ KVL അപ്ലൈ ചെയ്യാം. ഇങ്ങനെ രണ്ട് സ്ഥലത്തും KVL അപ്ലൈ ചെയ്തിട്ട് ഈ ജനറേറ്ററിൻ്റെ കോൺട്രിബ്യൂഷനാണ്, ഫോൾട്ട് കറണ്ടിലേക്ക് ജനറേറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ IG ഡബിൾ ഡാഷ്, മോട്ടറിൻ്റെ കോൺട്രിബ്യൂഷനാണ് IM ഡബിൾ ഡാഷ്. ഓക്കെ, ഈ രണ്ട് കറണ്ടും കൂടിയിട്ടാണ് IF = IG ഡബിൾ ഡാഷ് പ്ലസ് IM ഡബിൾ ഡാഷ്. ഓക്കെ, ഈ രണ്ടെണ്ണം വരാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫോൾട്ട് കറണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സബ്ട്രാൻസിയൻ കറണ്ട് ഇൻ ദ മോട്ടർ, അതായത് IM ഡബിൾ ഡാഷ് ആണ് ഈ സാധനം. ഓക്കെ, സോ ഈ സംഭവം IM ഡബിൾ ഡാഷ്, അതുപോലെ തന്നെ ജനറേറ്റർ IG ഡബിൾ ഡാഷ്, പിന്നെ അതുപോലെ തന്നെ IF എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണത്തിൻ്റെ സമ്മാണ്. ഓക്കെ, സോ അത് മൂന്നെണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി IF കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ഈ റിയാക്റ്റൻസ് ഡയഗ്രാം ഓക്കെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. അതിന് മുമ്പ് നമുക്ക് VTM എന്നുള്ളത് ടെർമിനൽ നമുക്ക് പെർ യൂണിറ്റിലേക്ക് മാറ്റണം. നമ്മുടെ ബേസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, 0.9636 പെർ യൂണിറ്റ് കിട്ടും കേട്ടോ. യൂണിറ്റ് എപ്പോഴും എഴുതുക, പെർ യൂണിറ്റിന് എഴുതണം, 0.9636 പെർ യൂണിറ്റ്. ഓക്കെ, ഇത് പ്രീ ഫോൾട്ട് കണ്ടീഷനിലാണ് കേട്ടോ, പ്രീ ഫോൾട്ട് കണ്ടീഷൻ. അത് ഫോൾട്ട് ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ്
ടെർമിനൽ വോൾട്ടേജ്, അതായത് ഫോൾട്ട് ഉണ്ടാവുന്നതിനേക്കാളും മുമ്പ് ഇവിടുത്തെ വോൾട്ടേജ് VTM, ഇവിടുത്തെ വോൾട്ടേജാണ് ഈ പറയുന്നത്. ഫോൾട്ട് ഉണ്ടാവുന്ന VTM. ഓക്കെ, ഇനി നമുക്ക് EG" കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു KVL ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ EG" എന്ത് വന്നേ? ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ I കണ്ടുപിടിക്കണം. ഇതിൻ്റെ നമ്മുടെ കറണ്ട്, ഇത് കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. സോ ബേസിക്കലി നമ്മുടെ ലോഡ് വലിക്കുന്ന കറണ്ടാണിത്. ഓക്കെ, ലോഡ് വലിക്കുന്ന കറണ്ട് എത്ര വരും? ബിഫോർ ഫോൾട്ട് കണ്ടീഷനിൽ ലോഡ് വലിക്കുന്ന കറണ്ട് P/√3 VL cos phi, ആംഗിൾ ഓഫ് cos phi 0.8. ഓക്കെ, അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് 0.8 ആയതുകൊണ്ട് നമുക്കൊരു ഈ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഒരു ആംഗിൾ ഉണ്ടാവും. ഓക്കെ, സോ ബേസിക്കലി പവർ ഡിവൈഡഡ് ബൈ 10.6 ഇൻറ്റു 0.8 നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 1.012 കിലോ ആംബിയേഴ്സ് കിട്ടും. ഇത് 10⁻³ ഉണ്ട് കേട്ടോ അവിടെ, അതുകൊണ്ടാണ് കിലോ ഇട്ട. ഇത് ആക്ച്വലി 1021.2 ആംബിയർ ആണ്. ഓക്കെ, സോ ബേസിക്കലി അതിനെ നമ്മൾ പെർ യൂണിറ്റിലേക്ക് മാറ്റാം. അപ്പോൾ IBase എന്ന് പറയുന്നത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 25 മെഗാവാട്ട് ബൈ 11 kV. അപ്പോൾ അതും 1.312 അല്ലെങ്കിൽ 1312 ആംബിയർ, അതാണ് വരിക. കിലോ ആംബിയർ അല്ലെങ്കിൽ 1.312 കിലോ ആംബിയർ അല്ലെങ്കിൽ 1312 ആംബിയർ. അപ്പോൾ അത് അത് വെച്ചിട്ട് നമ്മൾ IL പെർ യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ 0.7783 കിട്ടും. ഓക്കെ, ഈ സാധനമാണ് നമ്മൾ ആ KVL ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ KVL നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു KVL ചെയ്യണമെന്ന്. VTM. ഓക്കെ, ഇങ്ങനെ ഒരു KVL ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു KVL EG" ഈക്വൽ ടു I ഇൻറ്റു ഈ ഇവിടെ വരുന്ന ഡ്രോപ്പ്, I ഇൻറ്റു J.1 അതൊരു ഡ്രോപ്പ്, I ഇൻറ്റു J.1 ഒരു ഡ്രോപ്പ്, I ഇൻറ്റു J.1 ഒരു ഡ്രോപ്പ്, പിന്നെ VTM ഒരു ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ EG" എന്ന് പറയുന്നത് ഇത്രയും ഡ്രോപ്പുകൾ സപ്ലൈ ചെയ്യണം, അങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. EG" ഈക്വൽ ടു VT പ്ലസ് I ഇൻറ്റു ഫസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ ഡ്രോപ്പ്, ഫസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ റിയാക്റ്റൻസ്, I ഇൻറ്റു ട്രാൻസ്മിഷൻ ലൈൻ്റെ റിയാക്റ്റൻസ്, I ഇൻറ്റു രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൻ്റെ റിയാക്റ്റൻസ്, I ഇൻറ്റു ജനറേറ്ററിൻ്റെ സബ്ട്രാക്ഷൻ റിയാക്റ്റൻസ്. ഓക്കെ, എന്നിട്ട് I പുറത്തേക്ക് എടുത്ത് നമുക്ക് കോമൺ ആയിട്ട് എഴുതാവുന്നുള്ളൂ, കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാം. ഇത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും EGൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, EG" വാല്യൂ കിട്ടും. അത് എടുത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നമ്മൾ VTM. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യണം. അപ്പോൾ EM ഈക്വൽ ടു I ഇൻറ്റു ഈ ഡ്രോപ്പ് പ്ലസ് VTM. ഇങ്ങനെ ഈ രണ്ട് ഡ്രോപ്പിന് സപ്ലൈ ആവുന്ന ഒരു സോഴ്സായിട്ട് EM കൺസിഡർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു KVL നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു KVL നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, VTM മൈനസ് IM HM. ഓക്കെ, ഡയറക്ഷൻ നോക്കണം. Iൻ്റെ ഡയറക്ഷൻ തിരിച്ചാണ്, അപ്പോൾ മൈനസ് I വരിക കേട്ടോ. ഓക്കെ, Iൻ്റെ ഡയറക്ഷൻ ജനറേറ്ററിൽ നിന്ന് സോഴ്സിലോട്ടാണ്, മോട്ടറിലേക്കാണ്. സോ Iൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരിക, Iൻ്റെ ഡയറക്ഷൻ ഇതിങ്ങനെ. ഓക്കെ, സോ ആ KVL എടുക്കുമ്പോഴും ഇതേ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. ഓക്കെ, VTM. ഓക്കെ, ഇങ്ങനെ KVL എടുക്കുമ്പോൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി പറയേണ്ടത്. ഓക്കെ, അതിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് EM" കിട്ടും. EM" കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി ഫോൾട്ട് കണ്ടീഷനിലേക്ക് പോകണം. ഓക്കെ, ഫോൾട്ട് എങ്ങനെയാണ്? ഫോൾട്ട് മോട്ടർ സൈഡിൽ ഫോൾട്ട് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് നമ്മുടെ ജനറേറ്ററിൻ്റെ റിയാക്റ്റൻസ്, ഫസ്റ്റ് ട്രാൻസ്മിഷൻ ലൈൻ, രണ്ടാമത്തെ ട്രാൻസ്ഫോമർ, ഇതിന് ശേഷമാണ് ഒരു ഫോൾട്ട് വരുന്നത്. ഫോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഗ്രൗണ്ട് ലൈൻ, ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. സോ ബേസിക്കലി സിമെട്രിക്കൽ ഫോൾട്ടാണ്, അതാണ് നമ്മൾ ഇത് ഒരെണ്ണം മാത്രം എടുത്തിരിക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഒരു ഫോൾട്ട് വന്നു. ഇനി ആ ഫോൾട്ടിൽ കൂടെ പോണ കറണ്ട് എന്തായി? ഈ ഒരു സോഴ്സും കറണ്ട് സപ്ലൈ ചെയ്യും, EM' എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോട്ടറും ഒരു സോഴ്സായിട്ട് കറണ്ട് സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് കറണ്ടുകളുണ്ട്, IG" IM". ഇത് രണ്ടും പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് വാല്യൂസ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, IG" വാല്യൂ എന്തായിരിക്കും? സോ ബേസിക്കലി ഒരു KVL ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് നോക്കാവുന്നുള്ളൂ. അവിടുത്തെ സോഴ്സ് ഡിവൈഡഡ് ബൈ അവിടുത്തെ എല്ലാ ഇമ്പിഡൻസുകളും. അവിടുത്തെ സോഴ്സ് എന്ന് പറയുന്നത് EG", അവിടുത്തെ എല്ലാ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പിഡൻസ് ജനറേറ്ററിൻ്റെ, അടുത്ത ഇമ്പിഡൻസ് ട്രാൻസ്ഫോമറിൻ്റെ, അടുത്ത ഇമ്പിഡൻസ് ലൈനിൻ്റെ, അടുത്ത ഇമ്പിഡൻസ് ട്രാൻസ്ഫോമറിൻ്റെ. അത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ
ഇത് പെർ യൂണിറ്റിലാട്ടോ ഈ സാധനം പെർ യൂണിറ്റ് വാല്യൂവിലുണ്ടാവുക. അപ്പോൾ നമ്മൾ അത് മാറ്റി ഇതിൽ നമ്മുടെ ബേസ് കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബേസ് കറണ്ട് എന്ന് പറയുന്നത് 1.312 കിലോ ആംപിയേഴ്സ് അല്ലെങ്കിൽ 1312 ആംപിയർ. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് IG" ആക്ച്വൽ വാല്യൂ കിട്ടും. IG" ആക്ച്വൽ വാല്യൂ ആണ് 816.58 മൈനസ് J 2196.944 ആംപിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ആംപിയർ കറണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫോൾട്ട് കറണ്ടാണ്. അപ്പോൾ അതാണ് ഇത്ര വലിയ വാല്യൂസ് വരുന്നത്. അതുപോലെ തന്നെ IMൻ്റെ വാല്യൂസ് നോക്കുക. IMന് അവിടെ എന്താ സോഴ്സ്? IMൻ്റെ അവിടെ സോഴ്സ് EM" ആണ്. അതിൻ്റെ അവിടുത്തെ ഒരു ഇമ്പിഡൻസ് എന്ന് പറയുന്നത് മോട്ടറിൻ്റെ തന്നെ സബ്ട്രാൻസിയൻ റിയാക്ടൻസ് അവിടെ ഇമ്പിഡൻസ് ആയിട്ടുള്ളൂ. അതിന് എപ്പോഴേക്കും മോട്ടോർ സൈഡിലായതുകൊണ്ട് തന്നെ അവിടെ തന്നെ ഫോൾട്ട് വന്നുകൊണ്ട് നമുക്ക് വേറൊരു ഇമ്പിഡൻസുകളും ഇല്ല അവിടെ. അപ്പോൾ മോട്ടറിൻ്റെ ഇതുപോലെ തന്നെ ചെയ്യുക. IM" വാല്യൂ ഇട്ട് കൊടുക്കുക, അതിൻ്റെ XM" വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടും. അതിനെ ബേസ് കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ എന്താ പറയുക, ആക്ച്വൽ ആംപിയേഴ്സിൽ കിട്ടും. ഓക്കെ, ആക്ച്വൽ ആംപിയേഴ്സിൽ കിട്ടും. ഓക്കെ, നമുക്ക് ആദ്യത്തെ 2 ചോദ്യങ്ങളുടെ ഉത്തരമായി. ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ IG" സബ്ട്രാൻസിയൻ കറണ്ട് ഓഫ് ജനറേറ്ററും സബ്ട്രാൻസിയൻ കറണ്ട് ഓഫ് മോട്ടറും കിട്ടി. ഓക്കെ, ഇനി ഫോൾട്ട് കറണ്ട് എന്തായിരിക്കും? ഈ 2 സബ്ട്രാൻസിയൻ കറണ്ടിൻ്റെ ആൾജിബ്രായിക് സമ്മ. ഓക്കെ, അതായത് ജനറേറ്ററിൻ്റെ പ്ലസ് മോട്ടറിൻ്റെ സബ്ട്രാൻസിയൻ കറണ്ടിൻ്റെ സമ്മ. അപ്പോൾ 2ൻ്റെ കൂടി സമ്മ എടുക്കുക, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ന് പറയുന്നത് 0.83 മൈനസ് 11,230.474 ആംപിയർ കേട്ടോ, ആംപിയർ. ഓക്കെ, സോ 11,000 ആംപിയേഴ്സ് J ഇമാജിനറി പാർട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വേണമെങ്കിൽ റിയൽ പാർട്ട് നെഗ്ലക്റ്റ് ചെയ്തിട്ട് IF -J 11,230.474 ആംപിയർ എന്ന് എഴുതാമെന്നുള്ളൂ. കാരണം ഈ റിയൽ പാർട്ട് വളരെ ചെറുതാണ്. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ ഈ കാൽക്കുലേഷനിൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തെടുത്തൊക്കെ വാല്യൂസൊക്കെ ആയിട്ട് കയറി വന്നായിരിക്കാം. സോ അതുകൊണ്ട് അത് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഡെസിമൽ പോയിൻറ്റ്സ് എടുത്ത് ചെയ്യാൻ നോക്കിക്കോളൂ. അപ്പോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇല്ലെങ്കിലും സാരില്ല, ഓൾമോസ്റ്റ് നമുക്ക് എന്തായാലും 11,230 റേഞ്ചിലുണ്ടാവും. ഓക്കെ, ആൻസർ. ഓക്കെ, താങ്ക് യു.